ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമാണ് തുളസിയുടേത്. എന്നാൽ വിശ്വാസങ്ങൾക്കപ്പുറം മാനവരാശിക്ക് ഒരുപോലെ സഹായകരമാകുന്ന ഔഷധച്ചെടിയാണ് തുളസി. ഇവിടെ തുളസിയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് നാം ഇന്ന് പ്രതിപാദിക്കുന്നത്. തുളസിച്ചെടിയിൽ രാമതുളസി, കൃഷ്ണതുളസി, കർപ്പൂര തുളസി എന്നിങ്ങനെ വകഭേദങ്ങളുണ്ട്. എന്നാൽ സാധാരണയായി കണ്ടുവരുന്നത് കൃഷ്ണതുളസിയും രാമതുളസിയും എന്ന് പറയുന്ന കരിന്തുളസിയും വെള്ളത്തുളസിയുമാണ്. പ്രകൃതി ജീവികളായ മനുഷ്യർക്ക് അവരുടെ പ്രാഥമിക ശുശ്രൂഷകൾക്കുള്ള ഔഷധങ്ങൾ പ്രകൃതി തന്നെ നമുക്ക് ചുറ്റുമൊരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഔഷധച്ചെടിയാണ് തുളസി. അത് നാം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിന് കാരണം ചിലപ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം. ജലദോഷം, ചുമ, മൂക്കടപ്പ്, കഫക്കെട്ട് എന്നിവ സാധാരണയായി നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങളാണ്, പ്രത്യേകിച്ചും മഴക്കാലങ്ങളിൽ. തുളസിയിലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ ഒട്ടുമിക്ക കഫജന്യ രോഗങ്ങൾക്കും ശമനമുണ്ടാകും. നെഞ്ചിലുണ്ടാകുന്ന കഫക്കെട്ടിനെ ഇല്ലാതാക്കാൻ തുളസിയില സഹായകരമാണ്. 5-6 തുളസിയിലിട്ട് ഒരു ദിവസം 2 നേരം ആവി പിടിച്ചാൽ മൂക്കടപ്പിൽ നിന്നും വളരെ നല്ല ആശ്വാസം ലഭിക്കുന്നു. അതുപോലെ വായ്നാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിരവധി പേർ നമുക്കിടയിലുണ്ട്. തുളസിയില ചവച്ചരച്ച് കഴിക്കുന്നത് വായ്നാറ്റം ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നു. തുളസിയില കഴിച്ചാൽ വയറിലുണ്ടാകുന്ന അസിഡിറ്റിക്ക് ശമനമുണ്ടാകുന്നു. ശ്വാസകോശത്തെ ആരോഗ്യത്തോടെ നിലനിർത്തി സുഗമമായ ശ്വാസോച്ഛ്വാസത്തിന് തുളസി വെള്ളം അത്യുത്തമമാണ്. പതിവായി തുളസി വെള്ളം കുടിച്ചു ശീലിക്കുന്നവർക്ക് ശരീരത്തിന്റെ വിളർച്ച ഒഴിവാക്കി ഉന്മേഷം പ്രദാനം ചെയ്യുന്നു. അതുപോലെ തുളസിയുടെ മറ്റൊരു സവിശേഷത എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ തൊലിപ്പുറത്ത് കണ്ണിൽ കാണാൻ കഴിയാത്ത ചില പ്രാണികളോ പുഴുക്കളോ എട്ടുകാലിയോ തുടങ്ങിയവയിൽ നിന്നുള്ള അലർജികൾക്ക് തുളസി നീര് പിഴിഞ്ഞ് ആ ഇടങ്ങളിൽ പുരട്ടുന്നത് ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ്. ഇന്നു മുതൽ നമ്മൾ നമ്മുടെ വീടുകളിൽ ഓരോ തുളസിച്ചെടി നട്ടുകൊണ്ട് അതിനൊരു കൈക്കുമ്പിൾ വെള്ളം നൽകൂ. വളരട്ടെ നമ്മുടെ നാളത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. വി ഹെൽപ്പിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രതികരണം സബ്സ്ക്രിപ്ഷനിലൂടെയും ലൈക്കിലൂടെയും ഷെയറിലൂടെയും കമന്റിലൂടെയും അറിയിക്കുക.